ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെൻറ്റർ ക്ലിപ്പിലൊരു സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫെൽറ്റ് ഷീറ്റാണ്. ഇതുപോലത്തെ ഒരു നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലത്തെ ഒരു ഫെൽറ്റ് ഷീറ്റ്. ഇത്രയൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു ചെറിയ പീസ് മതി. അതിൽ നിന്ന് ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അളവിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയൊരു ഷേപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അത്ര ഭംഗിയൊന്നുമില്ല, എന്നാൽ തന്നെ നമുക്ക് ഇതുപോലൊക്കെ ഒരു ചെറിയ ഷേപ്പൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ B7000 ഗ്ലൂ ആണ്. അപ്പോൾ ഈ ഒരു ഗ്ലൂ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഈ ഗ്ലൂവിനെ കുറിച്ച്. അപ്പം വളരെ നല്ല ഗ്ലൂ ആണ്, പെട്ടെന്നൊന്നും ഇളകി പോവുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ടൈപ്പ് സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോൺ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സംഭവമാണ്, നമ്മൾ ഈ പെന്നാണ്, ഈ സ്റ്റിക്ക്. ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, എളുപ്പമാണ്. ഇതൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു സ്റ്റോണാണ്, സിൽവർ കളറുള്ള ഒരു സ്റ്റോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഫെൽറ്റ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് പശ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്ര ഒരു ഭംഗി കാണത്തില്ല. കാരണം നമ്മൾ ഈ ഒരു സെൻറ്റർ ക്ലിപ്പിൻ്റെ നടുവിനകത്തൊരു കുഴിവുണ്ട്. അപ്പോൾ നല്ല ഒരു ക്ലിയർ ആയിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. നമുക്കിതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കണം കേട്ടോ. നമ്മൾ ആ സ്റ്റോൺ ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു വൃത്തികേട് വെച്ച് കാണില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാമേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ അടിപൊളി വീഡിയോ, അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ കിറ്റിൻ്റെയൊക്കെ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോൺ ആദ്യം വെച്ചു, അത് കഴിഞ്ഞ് 2 സ്റ്റോണ് ഇങ്ങനെ വെച്ചൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ തന്നെ ഇങ്ങനെ വെച്ച് നോക്കാം. വെച്ച് നമ്മളൊരു ഐഡിയ നമുക്ക് തോന്നുന്നത്, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഏതാണോ വരുന്നത് അത് നമുക്കങ്ങ് ചെയ്യുക എന്നുള്ളത്. ഇത് നല്ല രസമുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത് ഇതുപോലത്തെ ഒരു സ്റ്റോണും കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കളറിൻ്റെ ഈ ഒരു സ്റ്റോണ് നമ്മൾ ഫസ്റ്റ് വെച്ച പോലെ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചു. അതിനുശേഷം കണ്ടോ, ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സെൻറ്റർ ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലത്തെ സ്റ്റോണൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഓരോ മേക്ക് ചെയ്തെടുക്കാം.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ ക്ലിപ്പ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് സ്ലോയിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, അടിപൊളിയില്ല. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാതെ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ബീച്ച് തന്നെ ഒട്ടിച്ചു കൊടുത്ത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ? ഇതുപോലെ നമുക്ക് ബാക്കി ഒട്ടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഈ ഒരു നൂല്, ഈ പശ എടുക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വരും. അപ്പോൾ നമുക്കൊന്ന് ഒന്ന് കളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഇതുപോലത്തെ വീഡിയോസുകളാണ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ഗ്ലൂ, ഇത് ഇങ്ങനെ ഒട്ടിക്കാനുള്ളൊരു ഇങ്ങനത്തെ ഒരു എന്നാ ഇതിന് പറയുന്നത്, മെഴുക് പോലെ ഇരിക്കുന്ന സാധനം. ഇങ്ങനൊരു സംഭവമാണ് ഇത്. നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ സ്റ്റോണിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് വീഴുമ്പോൾ നമുക്ക് അതേ ഷേപ്പ് ഇടും. ചിലപ്പോൾ നമ്മുടെ കയ്യെ പശ പറ്റും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു പെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയതാണ്. ഇപ്പോൾ ഞാൻ ഇനി അടുത്ത് നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ. കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 35-40 രൂപ അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതുകൊണ്ട് ഒത്തിരി നമുക്ക് ഇതുപോലെ സെൻറ്റർ ക്ലിപ്പാണെങ്കിലും അല്ലെങ്കിൽ ക്ലിപ്പിലേക്ക് ഇതുപോലത്തെ സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.